എഴുത്തുകാരൻ മാനവേന്ദ്രനാഥിന്റെ നെഹ്റു മുതൽ മോദി വരെ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. വളാഞ്ചേരി ടൗൺഹാളിൽ നടന്ന പരിപാടിയിൽ ആലങ്കോട് ലീലാകൃഷ്ണനിൽ നിന്ന് ഷീബ അമീർ പുസ്തകം ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് ടി കെ സേതാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയത്തിന്റെ ഫാഷിസ്റ്റ്വൽക്കരിക്കപ്പെടുന്ന, വംശീയവൽക്കരിക്കപ്പെടുന്ന, വർഗീയവൽക്കരിക്കപ്പെടുന്ന ജനാധിപത്യത്തിന്റെ ഇടങ്ങളെ ജനാധിപത്യത്തിലേക്ക് അതിക്രൂരമായ ഫാഷിസം വർഗീയതയും ഒളിച്ചു കടത്തപ്പെടുന്ന വർത്തമാനകാല ഇന്ത്യൻ പരിസ്ഥിതി. ഇന്ത്യൻ പരിസ്ഥിതി മാത്രമല്ല, ലോക പരിസ്ഥിതി എങ്ങനെയാണ്? ലോകത്ത് വംശീയവാദികളാണ് ഇന്ന് അധികാര കേന്ദ്രത്തിലിരിക്കുന്നത്. നെതന്യാഹു ആയാലും ട്രംപ് ആയാലും വംശീയവാദികൾ, മാനവികത കൊണ്ടുള്ള ആളുകളാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ നമുക്ക് സന്തോഷിച്ചുവെങ്കിലും ഹിറ്റ്ലറെ പറയുന്നതിൽ സോവിയറ്റ് യൂണിയന്റെ പങ്ക് വളർന്നാൽ സഖ്യകക്ഷികളുടെ പക്ഷത്തേക്ക് സോവിയറ്റ് യൂണിയൻ വന്നില്ലായിരുന്നു. പക്ഷെ ഹിറ്റ്ലർ ജയിക്കുകയും ലോക ജനങ്ങൾ തന്നെ വേറൊന്നാവുകയും ചെയ്യുന്നു. ഹിറ്റ്ലർ ജയിച്ചിരുന്നെങ്കിൽ ഹിറ്റ്ലറെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആൾ പറയാം. ഹിറ്റ്ലർ രണ്ടാം മഹായുദ്ധം ജയിച്ചിരുന്നെങ്കിൽ ഹിറ്റ്ലറെ കുറിച്ച് ഒരുപാട് അപദാനങ്ങൾ പുതിയ തലമുറ പഠിക്കേണ്ടി വരും. ജയിക്കുന്ന അപദാനങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് ഒഴിച്ചു നടത്തപ്പെടുന്നതും. അക്ഷരം തെറ്റായ വഴിയിൽ ജയിക്കുന്നവരുടെ അപദാനങ്ങളാണ്. നമ്മുടെ പാഠപുസ്തകങ്ങൾ തിരുത്തപ്പെട്ടാൽ 50 കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടന്നിരുന്നു എന്ന് തലമുറയ്ക്ക് അറിയുകയില്ല. മഹാത്മാഗാന്ധി പൂർണ്ണമായും വായിക്കപ്പെടും. ഇന്നലെ ഞാനൊരു വിചിത്രമായ സ്ഥലത്ത് പോയി. നെഹ്റു യുവ കേന്ദ്രയുടെ നേതാവായിരുന്ന ഹംസതയിൽ അനുസ്മരിക്കാൻ പോയപ്പോൾ നെഹ്റു യുവ കേന്ദ്രയിൽ നിന്ന് നെഹ്റു മാഞ്ഞുപോയി. ഇപ്പോൾ മേരാ ഭാരതമായി നെഹ്റു മാഞ്ഞുപോയത് എങ്ങനെയാണെന്ന് അവിടെ നെഹ്റു യുവ കേന്ദ്രക്കാർക്കൊന്നും അറിയുന്നില്ല. പലപ്പോഴും ഗാന്ധിജി വായിക്കപ്പെടുന്നു. ആരാണ് എന്റെ കാൽപ്പാടുകൾ മായ്ച്ചു കളയുന്നത്? വൈക്കം മുഹമ്മദ് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്റെ കാൽപ്പാടുകൾ ആരാണ് മായ്ച്ചു കളയുന്നത്? നമ്മുടെ പിന്നാലെ നടന്ന് പല പേരുകളും മായ്ച്ചു കളഞ്ഞ് ചരിത്രത്തിന്റെ കാൽപ്പാടുകൾ മായ്ച്ചു കളയുന്ന പല പകടുകൾ കൊണ്ട് നാം മുന്നോട്ട് വെട്ടിയ വഴികളെല്ലാം പല ഒറ്റ രാത്രി കൊണ്ട് ഇതിലേക്കാക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ അധികാരം നൽകുന്ന ഒരു കാലത്താണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, വിട്ടുവീഴ്ചയില്ലാത്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെറും രാഷ്ട്രീയ ലേഖനം എഴുതുകയല്ല, രാഷ്ട്രീയ ഉപന്യാസങ്ങളിലൂടെ പക്ഷെ നഷ്ടപ്പെട്ട കേരളത്തിന്റെ ഉപന്യാസ പാരമ്പര്യത്തിൽ അവസാനത്തെ കണിയാണ് പലത്തിന്റെ അവസാനത്തെ കണിയാണ്. വളാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ ഹസീന വട്ടോളി, വൈസ് ചെയർപേഴ്സൺ കെ വി ഉണ്ണികൃഷ്ണൻ, മുൻ ചെയർപേഴ്സൺ അഷറഫ് അമ്പലത്തിങ്ങൽ, ലോഗോസ് ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ തേജസ്വിനി, കഥാകൃത്ത് പ്രദീപ് പേരശന്നൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംസ്ഥാന സെക്രട്ടറി VPM സാലിഹ് സ്വാഗതം പറഞ്ഞു. മാനവേന്ദ്രനാഥ് മറുപടി പറഞ്ഞു. മലയാളത്തിലെ മുഖ്യധാര പത്രങ്ങളിലും വാരികകളിലും മാനവേന്ദ്രനാഥിന്റെ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുതലാളി ശക്തനാവുന്നു എന്നതാണ് ആദ്യ പുസ്തകം. ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ.